പെട്ടെന്നൊരു ബോളി ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർത്തു. 2-3 പഴം ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഇത് മൈദ മാവും മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും എള്ളും ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. വെള്ളം ഒഴിച്ച് കലക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം പോലെയായി. അരിപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അരിപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ നല്ല ക്രിസ്പായിട്ടിരുന്നേനെ. അരിപ്പൊടി ഇല്ല. ഈ കട്ടയില്ലാണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞ കളറായില്ല. സ്വല്പം കൂടെ ഇപ്പം വെള്ള കളർ പോലെയല്ലേ ഇരിക്കണേ. എന്നാ കൂടാത്ത സ്ഥലം ചേർത്ത് കൂടി പോവും. നല്ലപോലെ ഇളക്കിയാലാണ് ആ പഞ്ചസാര ഇട്ടേക്കണം. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. പഞ്ചസാര ഇട്ടേക്കണം, ആയിരിക്കുള്ളൂ. മധുരം ഇല്ലാണ്ടും ഉണ്ടാക്കാം. വെള്ളം കൂടി പോയതുകൊണ്ട് ഇളക്കി ഇങ്ങനെ വരുമ്പോഴത്തേനും വെള്ളം കൂടി പോയത്. സ്വല്പം മൈദമാവും കൂടെ വേണമെങ്കിൽ ചേർത്തിട്ട് ആ പഞ്ചസാര ഇട്ടേക്കണോണ്ട് നമ്മൾ ഇളക്കി അലുത്ത് കഴിയുമ്പോഴത്തേനും വെള്ളം ഇച്ചിരി കൂടിപ്പോകും. ഒരു പൊടിക്കും കൂടെ മൈദമാവ് ചേർക്കാം. അല്ലെങ്കിലേ പഴത്തേലേക്ക് പിടിക്കില്ല. വെള്ളം പോലെ ഇരുന്നാലേ നമുക്ക് അബദ്ധങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും. എല്ലാവരും എല്ലാം തികഞ്ഞതൊന്നും അല്ലല്ലോ. അപ്പോൾ അതേ മഞ്ഞ കളറായി വരുന്നുണ്ട്. ഇച്ചിരി നേരം കഴിയുമ്പോൾ മഞ്ഞ കളർ കൂടി വരും. അത് നല്ല പ്യുവർ മഞ്ഞപ്പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടിയാണെങ്കിൽ അന്നേരം തന്നെ കളർ കിട്ടും. അത് കളർ അവർ ചേർക്കണമല്ലോ. ഇത് ഞാൻ പൊടിപ്പിച്ച മഞ്ഞപ്പൊടി ആയതുകൊണ്ടാണ് കുറച്ച് കഴിയണം അതിൻ്റെ കളറുകളൊക്കെ വേണ്ടി ആയിട്ട്. നമുക്ക് അവിടെ പഴം കണ്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇടാം. അടുപ്പത്ത് തീ കത്തിച്ച് വെച്ചിട്ട് ആയിരിക്കും നല്ലത്. പഴം കണ്ടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒത്തിരി വലുതൊന്നുമല്ല, അതുകൊണ്ട് ഞാനതൊന്നും മുറിച്ചില്ല, അല്ലെങ്കിൽ നടുകെ മുറിക്കായിരുന്നു. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ എണ്ണ ഒരുപാട് കുടിക്കാൻ നോക്കല്ല, ഒഴിക്കേണ്ട. എണ്ണയില്ലെന്ന് ഒത്തൊന്നും ഉണ്ടാക്കണ്ട. കുറച്ച് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കി. ഇതിലേക്ക് മഞ്ഞ കളറായി വരുന്നുണ്ട്.
അന്നേരം മഞ്ഞയില്ലെന്ന് ഓർത്തിട്ട് ഇപ്പം മഞ്ഞയായി വരുന്നുണ്ട്. എണ്ണ കൂടുതലുണ്ടെങ്കിൽ എണ്ണ കൂടുതൽ ഒഴിച്ച് മുക്കി പൊരിച്ചെടുക്കാം. പക്ഷെ നമ്മളിങ്ങനെ എത്ര എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണയില്ലാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചും ബോളി ഉണ്ടാക്കും. മറിച്ചിട്ടിട്ടുണ്ട്. നല്ല പോലെ തീ കൂട്ടി വെച്ചിട്ട് ഇനി കുറച്ച് വയ്ക്കാം. പഴം ബോളി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി 3 എണ്ണം കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ബോളി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇവിടെ വെച്ചിരുന്നത് ഇനി ഫ്രിഡ്ജ് കയറ്റി വയ്ക്കും. എന്നിട്ട് അത് കളയും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിനകത്തേക്ക് ഞാനൊരു സവോള അരിഞ്ഞിട്ട് ചുമ്മാ എന്നിട്ട് സ്പൂൺ കൊണ്ട് കോരി വെച്ച് ഈ ബോളി ഉണ്ടാക്കിയതിൻ്റെ മിച്ചം ആരും കളയാതെ ഇതുപോലെ ഉണ്ടാക്കി വെക്കട്ടെ. അതെ ഇത് ചായ പാല് കൊണ്ടുവന്നായിരുന്നു. പാലെടുത്തുകൊണ്ട് വന്ന് ചായ തിളയ്ക്കണവരെ നോക്കിയിരിക്കാൻ ക്ഷമയില്ല. നല്ല രസമുണ്ട്. ഈ എള്ളി ഇച്ചിരി കൂടുതൽ ഇടുവാണെങ്കിൽ നമ്മൾ ഈ ബോളി കടിക്കുമ്പോൾ നല്ല എള്ള് കടിക്കണം നല്ല രസമുണ്ട്. പിന്നെ നല്ല പഴമാണെങ്കിൽ മാത്രമാണ് ബോളി ഉണ്ടാക്കിയാൽ കൊള്ളാവുള്ളൂ. പുഴുങ്ങുമ്പോൾ നല്ല പഴമാണെങ്കിൽ മാത്രം. ചില തിന്നുമ്പോൾ നമുക്ക് അളിഞ്ഞ പോലെ ഇരിക്കില്ല, അതൊരു സുഖമില്ല. ഇത് പുഴുങ്ങുമ്പോൾ നല്ല പഴമായിരുന്നു, അതുകൊണ്ട് ഞാൻ ബോളി ഉണ്ടാക്കിയത്. എപ്പോഴും അങ്ങനത്തെ പഴം നമുക്ക് കിട്ടത്തില്ല. മധുരയില്ലാത്ത ചായയും മധുരയില്ലാത്ത ബോളി.